മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം സയൻസിൻ്റെ 2ാമത്തെ യൂണിറ്റാണ്. വ്യാധികൾ പടരാതിരിക്കാൻ. പകരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ പകരുന്നത്, ഏതൊക്കെ ജീവിയിലൂടെയാണ് പകരുന്നത്, അതൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു സംഭാഷണമാണ്. ഡോക്ടർ ചോദിക്കുകയാണ്, പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? അപ്പോൾ അമ്മ എന്താ പറയുന്നത്? എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, പനി പകർച്ചപ്പനിയാണെന്ന്. കുറച്ച് രോഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ രോഗങ്ങൾ അറിയും നിങ്ങൾക്ക്? എഴുതി നോക്കൂ. കുറച്ച് രോഗങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ജലദോഷം, COVID-19, മഞ്ഞപ്പിത്തം, മന്ത്, ഡെങ്കിപ്പനി, ആസ്മ, ജലദോഷം, തലവേദന, കാലുവേദന, പ്രമേഹം, പ്രഷർ, പ്ലേഗ്, ക്ഷയം, വസൂരി, നിപ്പ. ഇനി നിങ്ങൾക്കറിയാവുന്ന പേരുകളൊക്കെ എഴുതി ചേർക്കുക. മക്കളെ, ഈ രോഗങ്ങളെല്ലാം പകരുന്നവയാണോ? പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള രോഗങ്ങളാണുള്ളത്. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, COVID-19, ജലദോഷം, നിപ്പ, പ്ലേഗ്, വസൂരി. പകരാത്ത രോഗങ്ങളോ? പ്രമേഹം, പ്രഷർ, ആസ്മ, ജലദോഷം, കാലുവേദന, ക്യാൻസർ, കൊളസ്ട്രോൾ, ഇവയൊക്കെ അല്ലേ. നമ്മൾ പകരുന്ന രോഗങ്ങളെ കണ്ടില്ലേ. എന്താണ് അപ്പോൾ പകർച്ചവ്യാധികൾ? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. എന്താണ്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ. അടുത്തതാണ് മഹാമാരികൾ. ഒരു മഹാമാരി നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾ 1ാം ക്ലാസ്സിലൊന്നും പഠിക്കാനയക്കാതെ 2ാം ക്ലാസ് പകുതി വരെ സ്കൂളൊക്കെ അടച്ചു പൂട്ടിയില്ലേ? ഏതാണ്? COVID-19 നമുക്ക് പരിചയമുള്ളൊരു മഹാമാരിയാണ്. എന്താണ് മഹാമാരി? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. എന്താണ്, മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് പനി ഉണ്ടായി, അത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പകർന്നു, അടുത്ത വീടുകൾക്ക് പകർന്നു, ആ ഗ്രാമത്തിൽ മൊത്തം പകർന്നു, പിന്നെ ആ ജില്ലയിൽ പകർന്നു, പിന്നെ ഇന്ത്യ രാജ്യം മൊത്തം പകർന്നു, പിന്നെ അടുത്ത സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളിലേക്ക് പകർന്നു, ഭൂഖണ്ഡങ്ങളിലേക്ക് പകർന്നു. അങ്ങനെ വ്യാപിച്ച് ആളുകളെ മൊത്തം ബാധിക്കുകയും ചെയ്താൽ അതിന് മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച കുറച്ച് മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. മക്കളെ, മഹാമാരി എന്താണെന്ന് ഇനി നിങ്ങൾ മറക്കൂല അല്ലേ? നമ്മൾ അതിജീവിച്ചൊരു മഹാമാരിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ ഓടി വരും മനസ്സിൽ? COVID-19. മിക്ക രോഗങ്ങളും പരത്തുന്നത് ഫംഗസ്, വൈറസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളാണ്. ഇവയെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. ഇതൊക്കെയാണ് രോഗകാരികൾ: വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പ് അല്ലേ? എന്താണ്? കണ്ണുകൊണ്ട് കഴിയാത്തവ എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. അപ്പോൾ ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യവും വൈറസിൻ്റെ മൈക്രോസ്കോപ്പ് ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു വൈറസുകളും ബാക്ടീരിയകളൊക്കെ രോഗകാരികളാണെന്ന്. പക്ഷേ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടേറെ ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെയാണ്? നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നു. ദോശമാവ് പുളിപ്പിക്കുന്നതിന് ബാക്ടീരിയകൾ സഹായിക്കുന്നു. ജൈവാവശിഷ്ടങ്ങൾ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നത് ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. മോര് തൈരാക്കുന്നു. അടുത്തത് ഫംഗസുകളുടെ ലോകം. നമ്മുടെ വീട്ടിലേക്ക് റൊട്ടി, ബ്രെഡൊക്കെ കൊണ്ടുവരുമ്പോൾ പൂപ്പൽ കണ്ടിട്ടില്ലേ? എന്നിട്ട് അത് കേടാണ്, ഡേറ്റ് കഴിഞ്ഞു പറഞ്ഞ് നമ്മൾ കടയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും അല്ലേ? അതൊക്കെ എന്താണ്? ഫംഗസുകളാണ്. അതുപോലെ വസ്ത്രങ്ങൾ കരിമ്പ പിടിക്കുന്നത്, അതും ഫംഗസുകളാണ്. സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ.
നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ നമ്മൾ ഭക്ഷണമാക്കുന്ന കൂൺ ഒരു ഫംഗസാണ് അല്ലേ? കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിധം ഫംഗസുകളുണ്ട്. ഫംഗസുകളുടെ ലോകം വളരെ വലുതാണ്. ഇനി നോക്കൂ മക്കളെ, രോഗങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ? പല രോഗങ്ങളുടെ പേരുകൾ നമ്മൾ എഴുതി. പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. ഏതൊക്കെ വഴിയിലൂടെയാണ് രോഗങ്ങൾ പകരുന്നത്? ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു കുട്ടി തുമ്പാണ്. അപ്പോൾ തുമ്പുമ്പോൾ എന്തൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? അണുക്കളാണ് വരുന്നത്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെച്ചിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈച്ച വന്നിരിക്കണില്ലേ? പോയിക്കാണ്. ചുമക്കുമ്പോഴും തുമ്പുമ്പോഴും മൂക്കും വായയും തൂവാല കൊണ്ട് മറക്കുന്നത് എന്തിനാണ്? തുമ്പുമ്പോൾ എന്ത് സംഭവിക്കും? തുപ്പലും കഫൊക്കെ പുറത്തേക്ക് തെറിക്കും. ഇതാ ചിത്രത്തിൽ കണ്ടില്ലേ? അതുപോലെ അതായത് നമുക്ക് അസുഖമുണ്ടാക്കിയ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളൊക്കെ ഇതിലുണ്ടാകും. ഇത് തെറിച്ച് വീഴുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? തെറിച്ച് വീഴുമ്പോൾ അത് അടുത്ത് നിൽക്കുന്ന മറ്റൊരാളിലേക്ക് പകരും. ഇതുകൊണ്ടാണ് തുമ്പുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ മൂക്കും വായും തൂവാല കൊണ്ട് മറച്ചു പിടിക്കാൻ പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാവാം? ഈച്ച, കൊതുക്, പാറ്റ അങ്ങനത്തെ ജീവികളൊന്നും വന്നിരിക്കാതിരിക്കാൻ. അവരൊക്കെ വന്നിരുന്നാൽ അസുഖങ്ങൾ പരത്തും. ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ കാഷ്ടത്തിൽ പോയിരുന്ന ഈച്ച ഭക്ഷണ സാധനത്തിൽ വന്നിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പൊടിപടലങ്ങളൊന്നും വരാതിരിക്കാൻ അതിനൊക്കെ വേണം. വൃത്തിയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അസുഖങ്ങൾ പകരും. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? രോഗാണുവാഹകരിൽ നിന്നല്ലാതെയും സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ എന്താണ് രോഗാണുവാഹകർ? ആരെല്ലാമാണ് രോഗാണുവാഹകർ? ഏതെല്ലാം ജീവികളിലൂടെയാണ് നമുക്ക് അസുഖങ്ങൾ പകരുന്നത്? ഈച്ച, കൊതുക്, പാറ്റ, എലി ഇവയൊക്കെ എന്ത് ചെയ്യും? രോഗങ്ങൾ പരത്തുന്ന ജീവികളാണ് അല്ലേ? നമുക്ക് രോഗാണുവാഹകർ എന്താണെന്ന് നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. സൂക്ഷ്മജീവികളാണ് നമുക്ക് രോഗങ്ങൾ പരത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നവരാണ് രോഗാണുവാഹകർ. ഈച്ച, കൊതുക്, പാറ്റ, എലിച്ചെള്ള്, വവ്വാൽ ഇവയൊക്കെ രോഗാണുവാഹകരാണ്. നാട്ടിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗാണുവാഹകരിൽ നിന്ന്. രണ്ട് രീതിയിലാണ് അസുഖങ്ങൾ പകരുന്നത്. ഒന്ന് രോഗാണുവാഹകരിൽ നിന്ന്, രണ്ടാമത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. രോഗാണുവാഹകർ എന്നാൽ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അപ്പോൾ നമുക്ക് നോക്കാം, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ഏതൊക്കെ രീതിയിലാണ് രോഗങ്ങൾ പകരുന്നത്? മണ്ണ്, വായു, ജലവും ഭക്ഷണവും. മണ്ണിലൂടെ, വായുവിലൂടെ, ഭക്ഷണവും ജലവും വഴി. ഇതിലൂടെയാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗങ്ങൾ പകരുന്നത്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം, ടെറ്റനസ്. പിന്നെ വിരശല്യം ഉണ്ടാവുന്നത് ഈ കുഞ്ഞു മക്കളൊക്കെ മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിലുള്ള ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും മക്കളുടെ നഖത്തിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ അതിൻ്റെ മുട്ടകളൊക്കെ വയറിക്കെത്തും. അങ്ങനെയാണ് വിരശല്യം ഉണ്ടാവുന്നത്. ടെറ്റനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ സൂക്ഷ്മജീവികൾ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അസുഖമുണ്ടാക്കും. അതായത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ്. മുറിവിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടായി ടി അടിക്കണം എന്നൊക്കെ പറയില്ലേ, അതാണ് ടെറ്റനസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, കോവിഡ്-19 നിങ്ങൾക്ക് അറിയാം അല്ലേ? ജലദോഷം. ഒന്നാമത്തേതാണ് ജലവും ഭക്ഷണവും വഴി. ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഈ രണ്ട് രോഗവും നിങ്ങൾ കേട്ട രോഗങ്ങളാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? ഇപ്പോൾ പേപ്പറുകളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പേപ്പറിൽ വന്ന പ്രധാന വാർത്ത ഇതായിരുന്നു. പുഴകളിലും കുളങ്ങളിലും കുളിക്കുമ്പോൾ ശ്രദ്ധയാകാം. നിസ്സാരമല്ല അമീബിക് മസ്തിഷ്ക ജ്വരം. അഴുക്കുവെള്ളത്തിൽ മാത്രം കുളിക്കുമ്പോഴല്ല, പുഴകളിലും കുളങ്ങളിലും കുളിക്കുമ്പോഴും എന്ത് വേണം? ശ്രദ്ധ വേണം. അവിടെയൊക്കെ ചെറിയ സൂക്ഷ്മജീവികൾ, സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കാം. ഇതാ മക്കളെ ഒരു പത്ര കട്ടിങ്സ് നോക്കൂ. 12 വയസ്സുകാരനെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 5 ദിവസം മുമ്പാണ് ഛർദിയും തലവേദനയുമായി കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി കുളിച്ചിരുന്ന കുളത്തിൽ അണുബാധയുണ്ടായിരിക്കുമെന്നാണ് നിഗമനം. അടുത്തുള്ള കുളങ്ങളൊക്കെ ക്ലോറിനേഷൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ എന്താണ് നോക്കിയത്, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മണ്ണിലൂടെ, വായുവിലൂടെ, ജലവും ഭക്ഷണവും വഴി അല്ലേ. ജലം വഴിയാണ് ഈ രോഗം വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തതാണ് രോഗാണുവാഹകരിൽ നിന്ന്. ഏതൊക്കെ ജീവികളാണ് രോഗാണുവാഹകർ? കൊതുക്, ഈച്ച, മനുഷ്യർ, പക്ഷികൾ. ഇവയിലൂടെ എന്ത് ചെയ്യും? അണുബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ. എഴുതാൻ വിട്ടുപോയതാണ് കേട്ടോ. മന്ത്, മലമ്പനി. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, മന്ത്, മലമ്പനി. അത് ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്. മനുഷ്യരിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠം, HIV. പക്ഷികളിലൂടെയോ? പക്ഷിപ്പനി, നിപ്പ. നിപ്പ കേട്ടിട്ടില്ലേ? നിപ്പ പരത്തുന്നത് വവ്വാലാണ്. ഇപ്പോൾ 2 വർഷം മുമ്പ് കൊറോണൻ്റെ ടൈമിലൊക്കെ കോഴിക്കോട് ജില്ലയിലെ ഒരു കുട്ടി ഈ വവ്വാൽ കഴിച്ച ഫ്രൂട്ട്സ്, എന്തോ ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ട് കുട്ടിക്ക് നിപ്പ ബാധിച്ചു. അങ്ങനെ അസുഖം വന്ന് മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ്. നിപ്പ വൈറസ് വവ്വാൽ പരത്തുന്നതാണ്. മക്കളെ, രോഗങ്ങൾ പരക്കുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ജീവികളെയും മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പരിസരം മലിനമാകുമ്പോൾ. ചിത്രത്തിലെ സാഹചര്യങ്ങളൊക്കെ നോക്കൂ. എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ഫസ്റ്റ് ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? കാക്കണ്ട്, പട്ടികൾ അല്ലേ, നായ്ക്കളൊക്കെ വന്നിട്ട് വേസ്റ്റൊക്കെ വലിച്ച് മാതിരിണ്ട്, ഈച്ച ഉണ്ട്. കുട്ടി എന്താണ് ചെയ്യണത്? മൂക്ക് പൊത്തി പോവുകയാണ്. അത്രക്ക് മണലുള്ള വേസ്റ്റായ സ്ഥലമാണത്. അടുത്ത ചിത്രത്തിൽ എലികളാണ്. എലികൾ വേസ്റ്റൊക്കെ വലിച്ചു മാന്തി എടുക്കുകയാണ്. ഇവരൊക്കെ രോഗാണുവാഹകരാണ്. രോഗം പരത്തുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ സ്ഥലത്താണ് അവർ അധികം ഉണ്ടാവുക. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? കൊതുകുകൾ അല്ലേ, വെള്ള ടാങ്കുകൾ, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, വേസ്റ്റ് ടാങ്കുകൾ. എവിടെയൊക്കെയാണ് എന്ത് ചെയ്യുക? കൊതുകുകളെ കാണാൻ കഴിയുന്നത്. രോഗാണുവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. രോഗാണുവാഹകരായ ജീവികളാണ് അവ പെരുകുന്ന സാഹചര്യങ്ങളൊക്കെ ചിത്രത്തിൽ നോക്കി മനസ്സിലാവണില്ലേ. ഈച്ച പെരുകുന്ന സാഹചര്യം ഏതാണ്? മലിനമായ സ്ഥലങ്ങളിൽ, ഇതുപോലെ കച്ചറകളൊക്കെ കൂടിയിട്ടെടുക്കുന്ന വേസ്റ്റായ സ്ഥലങ്ങളിൽ, ഭക്ഷണാവശിഷ്ടങ്ങളിൽ, ജൈവാവശിഷ്ടങ്ങളിൽ, ചാണകം അങ്ങനത്തെ കാഷ്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ. അടുത്തതായിട്ട് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. സാഹചര്യം എന്താണ്? മഴ പെയ്യണ സമയമാണല്ലോ. ഇപ്പോൾ നമ്മൾ തൊടുവിലും മുറ്റത്തൊക്കെ ഉണ്ടാവും. മുറ്റത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത മഴയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മഴ കൊഴിഞ്ഞ സമയങ്ങളിൽ തൊടുവിലൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ കവറുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും ചിരട്ടകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കളയണം. അടുത്തതാണ് എലി. എലികളൊക്കെ ഈ രോഗം, എലിപ്പനി ഉണ്ടാക്കും അല്ലേ. പെരുകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ, മേൽ ചിത്രം കണ്ടില്ലേ, അവിടെ വൃത്തിയില്ലാത്ത വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട സ്ഥലങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ, ഓവുചാലുകൾ, നെല്ലുകളും ധാന്യങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെയാണ് എന്ത് കാണുന്നത്? എലികൾ പെരുകുന്ന സാഹചര്യങ്ങൾ കാണുന്നത്. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ഏതൊക്കെയാണ് ജീവികൾ? എലി, കൊതുക്, എലിച്ചെള്ള്, ഈച്ച, വവ്വാൽ. രോഗാണുവാഹകരെന്താണ്? ഏതെല്ലാം രീതിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ പ്രവേശിക്കുന്നത്, സൂക്ഷ്മാണുക്കൾ പ്രവേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലെന്ന്. പിന്നെന്താ പഠിച്ചത്? എന്താണ് മഹാമാരികൾ? ഏതെല്ലാം വിധം രോഗങ്ങളുണ്ട്? ഏതൊക്കെ വിധത്തിലാണ് രോഗങ്ങൾ പകരുന്നത് അല്ലേ. വായുവിലൂടെ, ജലത്തിലൂടെ, മണ്ണിലൂടെ, കൊതുക്, ഈച്ച, മനുഷ്യൻ, പക്ഷികൾ, ഇവയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങളുടെ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൊതുകിനെ നിയന്ത്രിക്കാം, ഈച്ചയെ നിയന്ത്രിക്കാം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. കുട്ടികളെ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? എന്നാലേ ഇനി നൽകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.